കഴിഞ്ഞ നാഷണൽ ഗെയിംസ് ഗോവയിൽ നടക്കുമ്പോൾ നമ്മൾ 5ാം സ്ഥാനത്തും അതിന് മുമ്പിലത്തെ വർഷം ഗുജറാത്തിൽ നടക്കുമ്പോൾ നമ്മൾ 6ാം സ്ഥാനത്തുമാണ് നിലനിന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കായിക മേഖലയിൽ നാഷണൽ ഗെയിംസിൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനമാണ് നമുക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദികൾ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയും സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന സ്പോർട്സ് കൗൺസിലുമാണ്. കേരളത്തിൽ ആദ്യമായി ഒരു സ്പോർട്സിന് മാത്രമായിട്ടൊരു വകുപ്പ് മന്ത്രി ഉണ്ടായിട്ട് ആ സ്പോർട്സ് വകുപ്പ് ഏറ്റവും മോശപ്പെട്ട പ്രകടനം വേണമെങ്കിൽ പറയാം സിഗറോ പ്രകടനമാണ്, പട്ടപൂജ്യം പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ മേഖലയ്ക്ക് ഒരു സംഭാവനയും കായിക മന്ത്രിയിൽ നിന്നോ സ്പോർട്സ് കൗൺസിലിൽ നിന്നോ കഴിഞ്ഞ 4 വർഷമായി ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമാണ്. അതിൻ്റെ റിസൾട്ടാണ് ഈ കായിക ടൂർണമെൻറ്റുമായി നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ പറയാം കളരിപ്പയറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പിന്തള്ളപ്പെട്ടത് എന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് കളരിപ്പയറ്റില്ല. കഴിഞ്ഞ വർഷം മാത്രമാണ് കളരിപ്പയറ്റ് ഉണ്ടായിരുന്നത്. അതിന് മുമ്പത്തെ വർഷം കേരളം 6ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ കളരിപ്പയറ്റില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ കായിക വകുപ്പ് മന്ത്രിയോടും ഈ മേഖലയിലെ സ്പോർട്സ് കൗൺസിലോടും തന്നെ ഈ മേഖലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിരവധി തവണ സൂചിപ്പിച്ചിട്ടും യാതൊരു പ്രതികരണവുമില്ല, യാതൊരു പ്രവർത്തനവുമില്ല. ഞാൻ ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇന്ന് കായിക മേഖലയിൽ കൊടുക്കുന്ന ഗവൺമെൻറ് ബഡ്ജറ്റിൽ വകയിരുത്തുന്ന ഫണ്ട് കൊണ്ട് കേരളത്തിലെ കായിക മേഖലയെ 2 or 3 സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിന്, നാഷണൽ ലെവലിൽ 2 or 3 സ്ഥാനത്തിൽ എത്തിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ കേരളം സാമ്പത്തികമായി ഞെരുക്കമുണ്ട് നമുക്ക്. പക്ഷേ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ആ കിട്ടുന്ന ഫണ്ട് ഫലപ്രദമായി വിനിയോഗിച്ചാൽ നമുക്ക് 4ാം സ്ഥാനത്തിനുള്ളിൽ തീർച്ചയായിട്ടും നമുക്ക് നിൽക്കാൻ കഴിയും. കൊടുക്കുന്ന ഫണ്ടുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ. ഇപ്പം തന്നെ നമുക്ക് നാഷണൽ ഗെയിംസിന് ഫണ്ട് തന്നു ഗവൺമെൻറ് തന്ന ഫണ്ട് തരുന്നത് നാഷണൽ ഗെയിംസ് ആരംഭിക്കുന്നതിൻ്റെ 10 ദിവസം മുമ്പാണ്. നാഷണൽ ഗെയിംസ് ഈ വർഷം വരുമെന്നുള്ളതും ഈ മാസം നടക്കുമെന്നുള്ള എത്രയോ നാളുകൾക്കും അറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക, അതിനനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് ഈ മേഖലയിലുള്ള ഒരു ഉത്തരവാദിത്വം. അതിന് മുൻകൈയെടുക്കാൻ ഗവൺമെൻറ്റോ സ്പോർട്സ് കൗൺസിലോ ഇതുവരെയും തയ്യാറായിട്ടില്ല. കോവിഡിന് ശേഷം നമ്മുടെ കായിക മേഖല രാജ്യത്തെമ്പാടും പുറകോട്ട് പോയി, കേരളത്തിലും പുറകോട്ട് പോയി. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് വന്നു. ആ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ കായിക വകുപ്പും മുൻകൈയെടുത്ത് ചെയ്തതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങൾ മുന്നിട്ട് പോയത്. പക്ഷേ നമുക്കൊരു സ്പോർട്സ് കൗൺസിൽ പോലുള്ളൊരു സംവിധാനവും സ്വതന്ത്രമായൊരു മന്ത്രി ഉണ്ടായിട്ട് പോലും നമ്മുടെ കായിക മേഖലയെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്രവൃത്തിയും ഇല്ലെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കട്ടെ, ഞങ്ങൾ ഇന്നൊരു പ്രവൃത്തി ഈ മേഖലയെ കോവിഡിന് ശേഷം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രവൃത്തി ചെയ്തെന്ന് അവർ കാണിക്കട്ടെ. ഒരു പ്രവൃത്തി അവർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് അവർക്ക് ഫണ്ട് നൽകിയിട്ട് ഇപ്പം 4 വർഷത്തോളമായി. ഫണ്ടെന്ന് പറഞ്ഞാൽ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് കൊടുക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ കായിക സംഘടനകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാൻ്റ് അല്ല. കായിക താരങ്ങൾക്ക് അവർക്ക് നാഷണൽ ചാമ്പ്യൻഷിപ്പുകൾ പങ്കെടുക്കാൻ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന യാത്രാ ചെലവ്, അവരുടെ ആഹാരം കഴിക്കുന്നതിനുള്ള ചെലവ്, അതുപോലെ തന്നെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് നടത്തേണ്ട 15 or 20 ദിവസം വരുന്ന ക്യാമ്പുകൾക്ക് ആവശ്യമായ ചെലവുകൾ, ഇത്രയും കാര്യങ്ങൾക്കാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി
കേരളത്തിലെ സ്പോർട്സ് കൗൺസിൽ വഴി കേരളത്തിലെ കായിക സംഘടനകൾക്ക് ഫണ്ട് ലഭിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 4 വർഷമായി 1 രൂപ പോലും ഒരു കായിക സംഘടനയ്ക്ക് ലഭിച്ചിട്ടില്ല. അതുവഴി കുട്ടികളെ ക്യാമ്പ് നടത്തി നാഷണൽ പാർട്ടിസിപ്പേഷൻ അയക്കാൻ കായിക സംഘടനകൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അതുപോലെ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട് കായിക മേഖലയിൽ ഓരോ കായിക സംഘടനയ്ക്കും ആ കായിക മേഖലയുമായി വന്നിട്ടുള്ള കുറവുകൾ പരിഹരിച്ച് കൂടുതൽ കുട്ടികളെ സ്കൂളുകൾ യൂണിറ്റുകളുണ്ടായി കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ പോലും ഇതുവരെയായും സ്പോർട്സ് കൗൺസിലോ മന്ത്രിയോ ഇതുവരെയും തയ്യാറായിട്ടില്ല. അപ്പം നമ്മൾ പറയുന്നതൊന്നും മുഖവിലയ്ക്കെടുക്കാൻ താല്പര്യപ്പെടാത്തൊരു മന്ത്രിയും സ്പോർട്സ് കൗൺസിലുമാണ് ഇന്ന് കേരളത്തിലുള്ളതാണ്. തീർച്ചയായും ഇതിനൊരു കൂട്ടായ ചർച്ചയും കൂട്ടായ പ്രവർത്തനവും ആവശ്യമാണ്. നമുക്കറിയാം, കേരളത്തിലൊരു സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ 3500 കുട്ടികളുണ്ട്. അവർക്ക് പോലും കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കൃത്യമായ കായിക പരിശീലനം നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനോ പോലുള്ളൊരു സംവിധാനമില്ല. ഇപ്പോൾ 3500 കുട്ടികളെ സാമ്പത്തികമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ 3500 കുട്ടികളെ തന്നെ നിലനിർത്തണമെന്നുമില്ല. കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് ഉള്ള കുട്ടികൾക്ക് മികച്ച പരിശീലനവും മികച്ച ഭക്ഷണവും നൽകി അവരെ പരിശീലിപ്പിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയല്ലേ വേണ്ടത്. അതിനു പകരം ഒരു എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കൊടുക്കാതെ സമയത്ത് ഭക്ഷണം കൊടുക്കാതെ അവരെ യാതൊരു രീതിയിൽ അവരൊരു കൺസിഡറേഷൻ കിട്ടാത്ത രീതിയിലാണ് അവർ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നത്. അതിന് മാറ്റം വരുത്തണ്ടേ? അപ്പോൾ അതൊന്നും സ്പോർട്സ് കൗൺസിലോ ഗവൺമെൻറ്റോ മുൻകൈയെടുക്കുന്നില്ല. തീർച്ചയായും ഇനി വരും ദിവസങ്ങളിൽ ഈ നാണക്കേട് മാറ്റാൻ കൂട്ടായ ചർച്ചയും കായിക സംഘടനകളോടുള്ള കൂട്ടായ ചർച്ചയും അതുവഴി ഈ മേഖലയിൽ വരുന്ന അടുത്ത മേഘാലയയിൽ നടക്കുന്ന നാഷണൽ ഗെയിംസിൽ നമുക്ക് ഒരു 4 സ്ഥാനത്തിനുള്ളിൽ നിൽക്കാൻ എങ്ങനെ കഴിയും എന്നുള്ള ചർച്ചയുമാണ് ആവശ്യം. ഉറപ്പിച്ച് പറയാം, ഇന്ന് നമ്മുടെ ബഡ്ജറ്റിൽ വകയിരുത്തുന്ന ഫണ്ട് കൊണ്ട് തന്നെ നമ്മുടെ കായിക മേഖലയെ ഏറ്റവും ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. 4ാം സ്ഥാനത്തിനുള്ളിൽ കൊണ്ടുവരാൻ കഴിയും. ഞങ്ങൾക്ക് ഉറപ്പാണ്. അതിനുള്ള സഹായവും സഹകരണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അല്ലാതെ നിയമങ്ങളുണ്ടാക്കി അതുപോലെ തന്നെ നിയമങ്ങൾ പറഞ്ഞ് കായിക സംഘടനകളെ നിയന്ത്രിക്കുകയല്ല, കായിക സംഘടനകളെ സഹായിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ ജോലി, മന്ത്രിയുടെ ജോലി. തീർച്ചയായിട്ടും മന്ത്രി അത്തരത്തിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അതിന് തയ്യാറാകണം എന്നുള്ളതാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത്.